ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 8 അധ്യായം 16 പയോവ്രത അനുഷ്ഠാനം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 55 നോക്കാം. ദക്ഷിണാം ഗുരവേ ദദ്യാത് ധൃത്വിദ്ഗഭ്യശ്ച യഥാർഹത അന്ന ഉദ്യേന അശ്വപാം കാംശ്ച പ്രീണയേൽ സമുപാഗതാൻ. അതായത് ഒരുവൻ ആധ്യാത്മിക ഗുരുവിനെയും അദ്ദേഹത്തിന്റെ സഹായികളായ പുരോഹിതന്മാരെയും വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളെയും പണവും നൽകി സന്തോഷിപ്പിക്കണം. അതുപോലെ വന്നുകൂടിയിട്ടുള്ള എല്ലാവരെയും ഏറ്റവും അധമരായ ചണ്ടാളന്മാരെ പോലും നായ്മാംസം ഭക്ഷിക്കുന്നവരെ പോലും പ്രസാദം നൽകി സന്തോഷിപ്പിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് കശ്യപ പ്രജാപതി തന്റെ ഭാര്യയായ ദിതിയോട് പയോജന വ്രതം പയോവ്രതാനുഷ്ഠാനം എപ്രകാരം നടത്തണം എന്നതിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുകയാണ് ഇവിടെ. കാരണം ദിതി എല്ലായ്പ്പോഴും കശ്യപ പ്രജാപതിയെ സൽസന്താനത്തിനായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോ എല്ലായ്പ്പോഴും അവർക്ക് അസുരന്മാർ മാത്രം ജന്മം കൊണ്ടു. എന്നാൽ അതിഥിക്ക് സ്വന്തം പുത്രന്മാരെല്ലാം ദേവന്മാരായി ഭവിച്ചു. അപ്പോ ഇതിൽ അസൂയ പൂണ്ടിട്ട് ദിതി എല്ലായ്പ്പോഴും കശ്യപ പ്രജാപതിയെ സമീപിക്കാറുണ്ട്. എനിക്കും അതിഥിയെ പോലെ സൽപുത്രന്മാർ വേണം, ദേവന്മാർക്ക് തുല്യനായ പുത്രന്മാരെ വേണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് കശ്യപ പ്രജാപതി പറയുന്നത്, അല്ലയോ ഭവതി, ഏറ്റവും പ്രയോജനകരമായ പയോവ്രത അനുഷ്ഠാനം നീ ശീലിക്കണം. അത് എപ്രകാരമാണെന്ന് ആരാഞ്ഞ ദിതിയോട് കശ്യപ പ്രജാപതി പറയുന്നതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ എല്ലാം കണ്ടുവന്നത്. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഈ 55ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. അതായത്, അല്ലയോ ഏറ്റവും മംഗളവതിയായ മഹതി, ഒരുവൻ ഈ ചടങ്ങുകളെല്ലാം ജ്ഞാനികളായ ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിർവഹിക്കുകയും അവരെയും അവരുടെ പുരോഹിതന്മാരെയും സംതൃപ്തരാക്കുകയും ചെയ്യണം. ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ബ്രാഹ്മണരെയും മറ്റുള്ളവരെയും പ്രസാദം നൽകി സന്തോഷിപ്പിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ആധ്യാത്മിക ഗുരുവിനെയും അദ്ദേഹത്തിന്റെ സഹായികളായ പുരോഹിതന്മാർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളെയും പണവും ഒക്കെ നൽകി സന്തോഷിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വന്നുകൂടിയിട്ടുള്ള എല്ലാവരെയും ഏറ്റവും അധമരായ ചണ്ടാളന്മാരെ പോലും പ്രസാദം നൽകി സന്തോഷിപ്പിക്കണം എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. വൈദിക സമ്പ്രദായത്തിൽ ഇവിടെ ശുപാർശ ചെയ്തിട്ടുള്ളത് പോലെ ആര് പ്രസാദം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു വിവേചനവും ഇല്ലാതെയാണ് പ്രസാദം വിതരണം ചെയ്യുന്നത്. ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ ഏറ്റവും അധമനായ ചണ്ടാളനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രസാദം ഭക്ഷിക്കാൻ ക്ഷണിക്കപ്പെടണം. എങ്ങനെ തന്നെ ആയാലും ചണ്ടാളന്മാർ, ഏറ്റവും അധമരായവർ അഥവാ ദരിദ്രരായവർ പ്രസാദം ഭക്ഷിക്കാൻ ക്ഷണിക്കപ്പെടുമ്പോൾ അവർ നാരായണൻ അഥവാ വിഷ്ണു ആയി തീർന്നുവെന്ന് അതിനർത്ഥമില്ല. നാരായണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് നാരായണൻ ചണ്ടാളനെന്നോ ദരിദ്രനെന്നോ അതിനർത്ഥവുമില്ല. ഒരു ദരിദ്രനായ മനുഷ്യനെ നാരായണനായി സ്വീകരിക്കുന്ന മായാവാദി തത്വശാസ്ത്രം വൈദിക സംസ്കാരത്തിലെ ഏറ്റവും അസൂയാപരവും നിരീശ്വരവാദപരവുമായ ഒന്ന് തന്നെയാണ്. ഈ മനോഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ശരിക്കും എല്ലാവർക്കും പ്രസാദം സ്വീകരിക്കാൻ അവസരം നൽകുകയാണ് വേണ്ടത്. പക്ഷെ എല്ലാവർക്കും നാരായണനാകാനുള്ള അവകാശമുണ്ട് എന്ന് ഇതിനർത്ഥമില്ല. അപ്പോ ദരിദ്രനാരായണൻ എന്ന് പറഞ്ഞതിനെ നിശ്ചിതമായി വിമർശിക്കുകയാണ് ഭാവാർത്ഥത്തിലൂടെ ശ്രീല പ്രഭുപാദർ.
അതായത് ദരിദ്രരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരും നാരായണനെ കൊണ്ട് സമ്പന്നരാണ്. അതായത് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ പരമാത്മ രൂപത്തിൽ വസിക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ ദാരിദ്ര്യനാണ് പണമുള്ളവനാണ് എന്നതിന് എന്താണ് വിവേചനം? അപ്പോ ഭഗവാൻ പരമാത്മ രൂപേണ എല്ലാവരുടെയും ഹൃദയത്തിൽ നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാളന്റെ ഹൃദയത്തിൽ പോലും പരമാത്മ രൂപത്തിൽ വസിക്കുന്ന നാരായണനെ കാണാൻ സാധിക്കുന്നവനാണ് പണ്ഡിത സമദർശന എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ എല്ലാവരെയും ഒരുപോലെ ദർശിക്കും. അങ്ങനെ നായ്മാംസം ഭക്ഷിക്കുന്നവന് പോലും നമ്മൾ പ്രസാദം കൊടുത്തെങ്കിൽ മാത്രമേ അവന്റെ പാപങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ട് അവനെ പരിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സാധിക്കൂ. അപ്പൊ ഏതൊരാളായിക്കോട്ടെ അവർക്ക് നമ്മൾ മാക്സിമം പ്രസാദം ദാനം ചെയ്യാൻ ശ്രമിക്കണം. ഒരു വൈഷ്ണവന്റെ ഏറ്റവും വലിയ കടമയാണത്. മറ്റുള്ള ജീവജാലങ്ങളോടുള്ള ഏറ്റവും വലിയ ദയാവായ്പും അത് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വൈഷ്ണവരെയും മറ്റു ഭക്തന്മാരെയും പ്രസാദം നൽകി, സാധാരണ ജനങ്ങളെ പോലും പ്രസാദം നൽകി അവരെ ഭക്തന്മാരാക്കാൻ ശ്രമിക്കുകയാണ് ഓരോരുത്തരുടെയും കടമ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പയോവ്രതം അനുഷ്ഠാനിക്കാൻ ദിതിയെ ഉപദേശിക്കുന്ന കശ്യപ പ്രജാപതി പറയുന്നു, നമ്മൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് പ്രസാദം വിതരണം ചെയ്യണമെന്ന്. ശ്ലോകം 56 നോക്കാം. ഭുക്തവത്സൂച സർവേഷു ദീനാന്ത കൃപണാദിഷു വിഷ്ണു സദത്പ്രീണനം വിദ്വാൻ ഭുഞ്ചീത സഹ ബന്ധുഭി. അതായത് ദരിദ്രനും അന്ധനും അഭക്തനും അബ്രാഹ്മണനും ഉൾപ്പെടെ എല്ലാവർക്കും ഒരുവൻ വിഷ്ണു പ്രസാദം വിതരണം ചെയ്യണം. എല്ലാവർക്കും സമൃദ്ധമായി വിഷ്ണു പ്രസാദം വിതരണം ചെയ്താൽ വിഷ്ണു ഭഗവാൻ സന്തുഷ്ടനാകും എന്നറിഞ്ഞ് യജ്ഞകർത്താവിന് അനന്തരം തന്റെ ബന്ധുമിത്രാദികളോടൊപ്പം പ്രസാദം കഴിക്കാം. അപ്പൊ ദിതിയെ ഉപദേശിക്കാണ്, സകലമാന ജനങ്ങൾക്കും പ്രസാദം വിതരണം ചെയ്തതിന് ശേഷം മാത്രമേ നീ പ്രസാദം കഴിക്കാവുള്ളൂ. കാരണം എല്ലാവരെയും പ്രസാദം ഊട്ടുന്നതാണ് വിഷ്ണു ഭഗവാന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. അത് നീ ആദ്യമായി ചെയ്യണം എന്ന് ദിതിയോട് കശ്യപ പ്രജാപതി ഉപദേശിക്കുന്നു. ശ്ലോകം 57 നോക്കാം. നൃത്യവാദിത്ര ഗതൈശ്ച സ്തുതിഭി സ്വസ്തിവാചകൈ കാരയേ തദ കഥാഭിശ്ച പൂജാം ഭഗവതോ അന്യോഹം. അതായത് പ്രതിപദം മുതൽ ത്രയോദശി വരെ എല്ലാ ദിവസവും സംഗീത നൃത്താദികളുടെയും വാദ്യഘോഷങ്ങളുടെയും പ്രാർത്ഥനകളുടെയും മംഗളമന്ത്ര കീർത്തനത്തിന്റെയും ശ്രീമദ് ഭാഗവത പാരായണത്തിന്റെയും അകമ്പടിയോടെ ഒരുവൻ ഈ ചടങ്ങ് തുടരുക തന്നെ വേണം. ഒരുവൻ ഈ വിധത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കണം. അപ്പൊ ഭഗവാന്റെ മുന്നിൽ വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കി കീർത്തനങ്ങളെല്ലാം ആലപിച്ച് പ്രസാദ വിതരണമെല്ലാം നടത്തി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 58 നോക്കാം. ഏതത് പയോവ്രതം നാമ പുരുഷാരാധനം പരം പിതാമഹേനാഭിഹിതം മയാ തേ സമുദാഹൃതം. അങ്ങനെ ഒരുവനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള പയോവ്രതം എന്നറിയപ്പെടുന്ന ധാർമ്മിക ആചാരണ ചടങ്ങ് ഇതാണ്. എനിക്ക് എന്റെ പിതാമഹൻ ബ്രഹ്മദേവനിൽ നിന്ന് ലഭിച്ച ഈ അറിവ് ഞാനിപ്പോൾ എല്ലാ വിശദാംശങ്ങളോടും കൂടി ഭവതിക്ക് വിസ്തരിച്ചു. അപ്പൊ കശ്യപ പ്രജാപതി പറയാണ്, ഈ പയോവ്രത അനുഷ്ഠാനം എനിക്ക് ബ്രഹ്മാവിൽ നിന്ന് പകർന്നു നൽകി കിട്ടിയതാണ്. ഇതേ വ്രതം ഭവതി, അതായത് ദിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിച്ചാൽ 1 വർഷത്തോളം പയോവ്രത അനുഷ്ഠാനം നടത്തിയാൽ അതിനുശേഷം സൽസന്താന ലബ്ധി ഉണ്ടാകും എന്നാണ് കശ്യപ പ്രജാപതി ദിതിക്ക് ഉപദേശിച്ച് നൽകുന്നത്. ശ്ലോകം 59 നോക്കാം. ത്വം ചാനേന മഹാഭാഗേ സമ്യക് ചീർണേന കേശവം ആത്മനാ ശുദ്ധഭാവേന നേതാത്മാ ഭജാവ്യയം. അല്ലയോ സൗഭാഗ്യവതിയായ മഹതി, ഭവതി മനസ്സ് പരിശുദ്ധ അവസ്ഥയിലാക്കി ഈ പയോവ്രത പ്രക്രിയ നിർവഹിക്കുകയും അപ്രകാരം അക്ഷയനായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കേശവനെ ആരാധിക്കുകയും ചെയ്യുക. അപ്പൊ ഇവിടെ പറയുന്നത് പയോവ്രത അനുഷ്ഠാനം നടത്തി എല്ലാരെയും ബ്രാഹ്മണരെയും ചണ്ടാളനെ പോലും പ്രസാദം നൽകി സന്തോഷിപ്പിച്ച് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും വേണം. അങ്ങനെ ഭഗവാൻ കേശവനെ ആരാധിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് സൽസന്താന ലബ്ധി ഉണ്ടാകും എന്നാണ് കശ്യപ പ്രജാപതി ദിതിക്ക് നൽകുന്ന ഉപദേശങ്ങൾ.
അപ്പോൾ ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഹരിബോൽ. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഹരിബോൽ. താങ്ക് യു.